ഹലോ മുത്തുകളെ സുത്തുകളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകളെ അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഓക്കെ, ഫാസിൽ അറക്കൽ, അതാണ് പേര്. ഞാനാണ് നിങ്ങളെ ബയോളജിന്റെ ഫാക്കൾട്ടി. അപ്പോൾ പ്രിട്ടി മിസ് ഞങ്ങളെ ബയോളജിന്റെ ഫാക്കൾട്ടി അല്ലേ? ആണ്. പ്രിട്ടി മിസ്സിനോട് കൂടെ ഈ തവണ ഞാനും കൂടി ഉണ്ടാവും. കഴിഞ്ഞ വർഷം മേ ബി ലാസ്റ്റ് ഞാൻ കുറച്ച് ലൈവുകളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പരിചയം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പോട്ടെ, അതവിടെ നിൽക്കട്ടെ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മുത്തുകൾ, ബയോളജി ഈ വർഷം നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ പണി പാളും എന്നൊരു തമ്പ് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടോ സാർ? ശരിക്കും ബയോളജി നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ പണി പാളോ? എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ബയോളജി എന്നല്ല ഏത് വിഷയമാണെങ്കിലും 9ാം ക്ലാസ്സിൽ നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ, പ്രോപ്പർ പ്ലാൻ ഇല്ലെങ്കിൽ, നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പണി പാളും എന്നുള്ളതൊരു നഗ്നമായ സത്യം. അതൊരു യാഥാർത്ഥ്യമാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം 9ാം ക്ലാസ് കുറച്ച് ടഫാണ്, കുറച്ച് കട്ടിയാണ് സത്യം. ഞാൻ പണ്ട് പഠിച്ച കാലഘട്ടത്തിൽ മുതൽ തന്നെ കുട്ടികളെ പറഞ്ഞൊരു സാധനമാണ് എന്ത്, 9ാം ക്ലാസ് ടഫാണ്. ശരിക്കും 10ാം ക്ലാസ്സിനേക്കാൾ ടഫ് 9ാം ക്ലാസ് ആണ്. പക്ഷെ എന്നിട്ട് 10ാം ക്ലാസ്സുകാർക്കല്ലേ ഭയങ്കര വാല്യൂ, ഓൽക്കല്ലേ ഫുൾ A+, അതൊക്കെ ശരിയാണ്. അതിലിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാല്ല, അതുവാ ചെയ്യുക. ഓക്കെ, പക്ഷെ നമ്മൾ 9ാം ക്ലാസ് എന്ത് ചെയ്യണം? വൃത്തിക്ക് പഠിക്കണം. അപ്പോൾ 9ാം ക്ലാസ്സിൽ എന്നെഴുതിയിട്ട് ഇപ്പം തന്നെ പോയിട്ട് ഫുൾ പുസ്തകം എടുത്ത് കാണാം, മൊത്തത്തിൽ പഠിക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മൾ സാവകാശം എന്ത് ചെയ്യുക? പലിയെ തിന്നാൽ പനിയും തിന്നാന്നാണല്ലോ, മെല്ലെ പഠിച്ചു തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് ലീവല്ലേ, വെക്കേഷൻ ഇപ്പോൾ ഈ 31ാം തീയതി ആകുമ്പോൾ വെക്കേഷൻ കഴിയും. അപ്പോൾ ആ ഒരു ദിവസം കൂടി എന്ത് ചെയ്യുക? മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വെക്കേഷൻ ഇല്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പം തന്നെ പഠിക്കൊന്നും വേണ്ട, പക്ഷെ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവണം, എന്ത് പഠിക്കണം, ഏതൊക്കെ പഠിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചൊരു ചെറിയൊരു ബോധ്യം ഉണ്ടായിരിക്കും, നല്ലതാണ്. എന്നിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല, പഠിച്ചാൽ ബെറ്റർ. ഓക്കെ, അപ്പോൾ ജൂൺ 1 ഇനി സ്കൂൾ തുറക്കും. അപ്പോൾ ജൂൺ 1 ജൂൺ 3 ജൂൺ 2 തോന്നുന്നു, ഐ തിങ്ക്. ഓക്കെ, എനിവേ അതെന്തിലാവട്ടെ, ജൂണിൽ എന്തായാലും സ്കൂൾ തുറക്കും. അപ്പോൾ സ്കൂൾ തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് മിന്നിച്ച് പഠിക്കണം. പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു ബേസിക് ഐഡിയ, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുന്നത് നല്ലതാണ്. അതെല്ലാവർക്കും വേണം കേട്ടോ. ഓക്കെ, ചില ആളുകൾ നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, അത് വളരെയധികം അടിപൊളി, അത് ബെറ്റർ, ടോപ്പ് പരിപാടി. ഓക്കെ, ഇനി പഠിച്ചു തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവുമെങ്കിലും വേണം എന്ത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ജസ്റ്റ് നമുക്ക് ഈ വർഷം കണ്ടിന്യൂസ്, അതായത് അടുത്ത മാർച്ച് വരെ നമ്മൾക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ. നമുക്ക് ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ടു ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് സാർ? പറഞ്ഞു തരാം, വെയിറ്റ്. പിന്നെ എന്തിനാമത്തെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞുതരൂ. ഓക്കെ, വെയിറ്റ്, വീഡിയോ അവസാനം വരെ കാണാം, വെയിറ്റ്. രണ്ടാമത്തെ ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംവഹനവും. അതിന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്തിനെ കുറിച്ചായിരിക്കും. ഡൈജഷൻ, ഓക്കെ, അതന്നെ. പിന്നെന്താ? ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, അതെന്താ? പറഞ്ഞു തരും. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ശ്വസനവും വിസർജനവും. എങ്ങനെയാണ് ശ്വസിക്കുക, എങ്ങനെയാണ് വിസർജിക്കുക, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എങ്ങനെയാണെന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് 3rd ചാപ്റ്റർ. ഇതാണ് ഫസ്റ്റ് പുസ്തകം കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ ഈ 3 ചാപ്റ്റർ ഉള്ളത്. അതായത് ഈ ഒരു ചാപ്റ്ററും പിന്നെ ഡൈജഷൻ്റെ ചാപ്റ്ററും പിന്നെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററും. ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് പാർട്ട്, രണ്ടാമത് വേറൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നമുക്ക് പഠിക്കേണ്ട ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബിഹൈൻഡ് മൂവ്മെന്റ്സ്, ചലനത്തിന് പിന്നിൽ, അതായത് ചലിക്കാൻ എങ്ങനെ സഹായകമാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വെയിറ്റ്. ഇനി 5ാമത്തെ ചാപ്റ്റർ, അത് ടോപ്പ് ചാപ്റ്റർ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രത്യുൽപാദന ആരോഗ്യം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ലാസ്റ്റത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം, ജീവികൾ എങ്ങനെ പല ടൈപ്പ് ഓഫ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച്, പല ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയകൾക്കനുസരിച്ച് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യും. അതിനെക്കുറിച്ചാണ് 6ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഇനി ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് വെറുതെ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വെറുതെ നോക്കി വെക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. കൂടുതൽ ഇങ്ങനെ ഇത് പഠിക്കാണ്ടോ അത് പഠിക്കാണ്ടോ, അയ്യോ ടെൻഷൻ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് കേട്ടിരിക്കുക, ജസ്റ്റ് കേട്ടോ. 1ാമത്തെ ചാപ്റ്റർ ടു ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക്. ഇതിൽ ആദ്യം പഠിക്കാനുള്ളത് മെറ്റബോളിസമാണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലുള്ള ടോട്ടൽ ആക്ടിവിറ്റീസ്, അതാണ് മെറ്റബോളിസം. ആ മെറ്റബോളിസത്തിൽ നമ്മൾ കുറേ സബ്സ്റ്റൻസുകൾ, പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും? കൈമാറും, അല്ലെങ്കിൽ സംവഹനം നടത്തും, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടത്തും. അതെങ്ങനെ? എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥ സംവഹനം എങ്ങനെ? പിന്നെ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി പണ്ടങ്ങ് 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വെർഷൻ. ഇതാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്, കുറഞ്ഞ മാർക്കിന് ചോദിക്കുന്ന കുഞ്ഞു ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അത് പെട്ടെന്ന് പഠിച്ചു കഴിയും. ഇനി 2ാമത്തെ ചാപ്റ്റർ, ഇതൊരു വലിയ ചാപ്റ്ററാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പഠിച്ചു തീരൂല. അത്യാവശ്യം
അത്യാവശ്യത്തിലധികം പഠിക്കാനുണ്ടെന്ന് പറയാം. ഓക്കെ, ഈ 2 ചാപ്റ്ററാണ് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്തു ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം ഓണപരീക്ഷയ്ക്കുള്ളതുകൊണ്ട് 2 ചാപ്റ്റർ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ഐഡിയ സെറ്റ് ചെയ്യാം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ ഒരു ബേസിക് സംഭവം. ഓപ്പട്ടെ. ഇനി ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഈ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് നമ്മൾ ഡൈജഷന് സഹായിക്കുന്നത്, ഇനി എങ്ങനെയാണ് ഡൈജഷൻ, അതാണ് 2ാമത് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? പിന്നെ 3ാമത് പഠിക്കേണ്ടത് ഈ ഡൈജഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് അവസാനം എന്ത് കിട്ടും, ന്യൂട്രിയൻസ് കിട്ടും. അവസാനം എന്ത് കിട്ടും, ന്യൂട്രിയൻസ്. ആ ന്യൂട്രിയൻസിനെ എങ്ങനെയാണ് ഓരോ സെല്ലിലേക്കും അബ്സോർബ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് 3ാമത് പഠിക്കേണ്ടത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ട്രാക്ക് മാറും. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യുന്ന അറിയോ, സർക്കുലേറ്ററി സിസ്റ്റം. അതായത് ഇപ്പം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥ. പിന്നെ നമ്മൾ നേരം തിരിയും, ചാപ്റ്റർ പെട്ടെന്ന് തിരിയും. പിന്നീട് എന്ത് ചെയ്യും, സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥ. ആ രക്തപര്യന വ്യവസ്ഥയിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തെക്കുറിച്ചാണ്. രക്തത്തിൽ എന്തൊക്കെയുണ്ട്, രക്തത്തിൽ ആരൊക്കെയുണ്ട്, എന്തിനാണ് രക്തം സഹായിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് നമ്മൾ ഹാർട്ട്, ഹൃദയം മേരെ പ്യാർ കൽബ്. ഓക്കെ, ഹൃദയത്തെ കുറിച്ച് പഠിക്കും. ഓക്കെ, ഹൃദയത്തിന് എത്ര അറകളുണ്ട്, ഹൃദയത്തിൽ എത്ര വാൾവുകളുണ്ട്, ഹൃദയം എന്തിനൊക്കെ സഹായിക്കുന്നു, പിന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. അതായത് ഇപ്പോൾ ഇതേ പരിപാടി നമ്മളെ ഹൃദയം രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടല്ലോ, ഇതേ പരിപാടി സസ്യങ്ങളുണ്ടോ, സസ്യങ്ങളിൽ രക്തമുണ്ടോ, ഇല്ല. പക്ഷെ സസ്യങ്ങളിൽ വേറെ എന്തൊക്കെയോ സെറ്റപ്പുകൾ ഉണ്ട്, ഇല്ലേ, ഉണ്ട്. ഓക്കെ, ഇല്ലെങ്കിലും ഉണ്ട് എന്നാണ് വിചാരിക്കുക. ആ സെറ്റപ്പിനെ കുറിച്ചാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് ലാസ്റ്റ് പഠിക്കാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓണപരീക്ഷകളുടെ ടോപ്പിക്ക്. പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ആണല്ലോ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കും. പിന്നെ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനത്തെ കുറിച്ച് പഠിക്കും. പിന്നെ ശ്വസനം ഇൻ മറ്റു ജീവികളിൽ, ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസം, അതും പഠിക്കും. പിന്നെ ഇതേപോലെ തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കും, ഹീമോഡയാലിസിസിനെ കുറിച്ച് പഠിക്കും, എക്സ്ക്രീഷൻ ഇൻ അതർ ഓർഗാനിസം, അതായത് വിസർജനം മറ്റു ജീവികളിലും പഠിക്കും, എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്, വിസർജനം സസ്യങ്ങളിലും അതും പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് 4ാമത്തെ ചാപ്റ്റർ, ഇത് ഭയങ്കര രസമുള്ള ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. അതായത് ബിഹൈൻഡ് മൂവ്മെന്റ്സ്, ചലനം. ഇത് ലോക്കോമോട്ടറി സിസ്റ്റം, നമ്മളുടെ ചലനവുമായി ബന്ധപ്പെട്ട എല്ല്, മസില്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ കേട്ടോ. ഓക്കെ, ഡൈവേഴ്സിറ്റി ഇൻ മൂവ്മെന്റ് ആണ് ഫസ്റ്റ് ടോപ്പിക്ക്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ചലനങ്ങൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ചലനങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൽ ആദ്യം പഠിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൈ ചലിപ്പിക്കുന്നു, അതേസമയം എൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ട്. ഈ കൈ ചലിപ്പിക്കുന്നത് എന്താണ്, ഞാൻ വിചാരിച്ച് ചെയ്താണ്. പക്ഷേ എൻ്റെ ഹൃദയം മിടിക്കുന്നത് ഞാൻ വിചാരിച്ച് ചെയ്യാനോ അല്ല, ഹൃദയം ഓട്ടോമാറ്റിക്കലി മിടിക്കുന്നുണ്ട്. ഞാൻ ഹൃദയത്തിനോട് പറയണം, ഹൃദയം നീ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തോ, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഈ കാലാകാല റെസ്റ്റ് ആക്കരാം, അത് പറ്റില്ല. അത് എൻ്റെ കൺട്രോളല്ല. പക്ഷേ ഇതെന്താണ്, ഇതൊക്കെ എൻ്റെ കൺട്രോളിലുള്ള മൂവ്മെൻ്റ് ആണ്. അങ്ങനെ നമ്മളെ കൺട്രോളിലുള്ള മൂവ്മെൻറ്റും കൺട്രോളല്ലാത്ത മൂവ്മെൻറ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്. വേറെയും കുറേ മൂവ്മെൻറ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ വൈവിധ്യമാണ്, ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നെ നമ്മൾ മസിൽസിനെ കുറിച്ച് പഠിക്കും, ബോൺസിനെ കുറിച്ച് പഠിക്കും. പിന്നെ ലോക്കോമോട്ടറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്, വൈകല്യങ്ങളെ കുറിച്ച് പഠിക്കും. ആൻഡ് ലാസ്റ്റ് പ്ലാന്റ് മൂവ്മെൻറ്റ്സ്. സസ്യങ്ങളിലും ചലനമില്ലേ, ഉണ്ട്. സസ്യങ്ങൾ ചലിക്കുന്നില്ലേ, ഒരു തെങ്ങ് അത് വളരുന്നില്ലേ, തെങ്ങ് ആടുന്നില്ലേ, പൂവ് വിരിയുന്നില്ലേ, ഇല വിരിയുന്നില്ലേ, അങ്ങനെ കുറേ പരിപാടികൾ സസ്യങ്ങളുണ്ട്. ഇതൊക്കെ സസ്യങ്ങളുള്ള മൂവ്മെൻ്റ് ആണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ദെൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇത് പൊളി ചാപ്റ്റർ, അതായത് ടോപ്പ് ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിനെ കുറിച്ച്, പ്രസവം, എങ്ങനെയാണ് പ്രസവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രസവം എങ്ങനെയാണ് നടക്കുന്നത്, ഒരു പെണ്ണ് എങ്ങനെയാണ് പ്രഗ്നന്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാസിൽ സാർ വൈഫ് പ്രഗ്നന്റ് ആയി, എങ്ങനെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, പോട്ടെ. 2ാമത് ഫീച്ചൽ ഗ്രോത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി, അപ്പോൾ പ്രഗ്നന്റ് ആയുള്ള ആ പെണ്ണിന്റെ ബോഡിയിൽ എന്ത് ചെയ്യും, ആ കുട്ടി വളരണം, ഗർഭസ്ഥ ശിശു വളരണം. എങ്ങനെ വളരും, ആദ്യത്തെ 3 മാസം കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, പിന്നീടുള്ള 3 മാസം കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, ലാസ്റ്റ് 3 മാസം കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇനി ഈ കുട്ടി അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിൻ്റെ പ്രഗ്നൻസി പീരീഡിൽ, അതായത് പ്രസവാനന്തര സമയങ്ങളിൽ ഈ പെൺകുട്ടികൾക്ക് നമ്മൾ എന്തെല്ലാം കെയർ കൊടുക്കണം, എന്തെല്ലാം പരിചരണം കൊടുക്കണം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അവസാനം ആ പെൺകുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും, പ്രസവിപ്പിക്കും, പാർച്ചുറേഷൻ, എങ്ങനെയാണ് പ്രസവം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പറയും. പിന്നെ അവസാനം വേറെ ഒരു കുഞ്ഞു ടോപ്പിക് കൂടി പഠിക്കാണ്ടത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ. അതായത് ഒരു പെണ്ണിന് പ്രഗ്നന്റ് ആവണ്ട അല്ലെങ്കിൽ ഗർഭം ധരിക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സെറ്റപ്പുകൾ എന്തൊക്കെയാണ്, അതിനുള്ള മെത്തേഡ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലുള്ള എല്ലാ ജീവികളെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, പല ക്രൈറ്റീരിയാസും വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ജീവികൾ മാത്രമല്ല, സസ്യങ്ങൾ, ഈവൻ ബാക്ടീരിയകൾ വരെ, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെയുള്ള എല്ലാ ജീവികളും എന്ത് ചെയ്യാം, നമുക്ക് ചില ക്രൈറ്റീരിയകൾ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ലാസ്റ്റ് ഉള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക് പറയുന്നത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 6 കിങ്ഡം വർഗീകരണം. അതാണ് ഫസ്റ്റ് ടോപ്പിക്.
രണ്ടാമത് പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമേലിയ. നമ്മൾ ഈ 6 കിങ്ഡത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കിങ്ഡം അനിമേലിയ, പ്ലാന്റ്, ഫഞ്ചെ, പ്രോട്ടിസ്റ്റ, പിന്നെ അമീബ, ആർക്കിയ, ബാക്ടീരിയ എന്നൊക്കെ പഠിക്കും. അത് നമ്മളപ്പോൾ പഠിക്കും. അതിൽ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം ഉണ്ടല്ലോ, കിങ്ഡം അനിമേലിയ, നമ്മൾ മനുഷ്യന്മാരൊക്കെ ഉൾപ്പെടുന്ന പട്ടികൾ, പൂച്ചകൾ, ആനകൾ, കുതിരകൾ, പാമ്പുകൾ, പഴുതാരകൾ, അങ്ങനെയുള്ള ഒരുപാട് ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം അനിമേലിയ എന്ന് പറയുന്ന വലിയൊരു കിങ്ഡം ഉണ്ടല്ലോ, ആ കിങ്ഡത്തിന് വീണ്ടും ക്ലാസിഫൈ ചെയ്യും. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമേലിയ. പിന്നെ പ്ലാന്റ്സ്, തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെയുള്ള എല്ലാ സസ്യങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു കിങ്ഡം ഉണ്ടല്ലോ, അതാണ് കിങ്ഡം പ്ലാന്റ്. ആ കിങ്ഡം പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഒരു കിങ്ഡത്തിലും എന്ത് ചെയ്യാണ് ആ ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത ഒരാളുണ്ട്, ഒരു പാവപ്പെട്ട ചങ്ങായി, അവൻ ഈ കിങ്ഡത്തിലൊന്നുമില്ല. നമ്മൾ പറഞ്ഞല്ലോ 6 കിങ്ഡം, ആ 6 കിങ്ഡത്തിലും അവനില്ല. അതാരാന്നറിയോ? വൈറസ്. ഇവൻ ഒരു കിങ്ഡത്തിലുമില്ല, അവനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ സിമ്പിളാടാ, വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? സൈലത്തിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഞാൻ അത് വെറുതെ തള്ളി മറിക്കൊന്നുമല്ല, ഇയാൾ സൈലത്തിലാണ് അതുകൊണ്ട് ഇയാൾ അങ്ങനെ പറയാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡോസ് അടിച്ചോളൂ. ഒരു 1.5 മാസം 2 മാസം സൈലത്തിൻ്റെ കൂടെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനൊക്കെ വെച്ച്, സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ തന്നെ തരും. എന്നിട്ട് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഇങ്ങനെ കറക്റ്റ് പഠിക്കാം. എന്നിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് പോയൊക്കെ പഠിക്കണം കേട്ടോ, കൃത്യമായിട്ട് പഠിക്കണം. അല്ലാതെ നാളെ നിങ്ങൾ ഇത് പഠിക്കണം, എന്നിട്ട് നമ്മൾ നാളെ അത് പഠിക്കണില്ല, എന്നിട്ട് സൈലം പറഞ്ഞൊന്നും ശരിയല്ല, അങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാൻ തരുന്നു, അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് പഠിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നാണ് ഇത് പോരാ, അങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളി. ഞാൻ അത്രയും ഗ്യാരണ്ടീഡ് ആണ്, അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വർഷം ബയോളജിയിൽ നല്ല മാർക്ക് വേണോ, നിങ്ങൾ ഇങ്ങോട്ട് പോരി. മാത്സിൽ നല്ല മാർക്ക് വേണോ, നിങ്ങൾ ഇങ്ങോട്ട് പോരി. ഫിസിക്സിൽ നല്ല മാർക്ക് വേണോ, ഇങ്ങോട്ട് പോരി. കെമിസ്ട്രിക്ക് നല്ല മാർക്ക് വേണോ, ഇങ്ങോട്ട് പോരി. നമ്മൾ 9ാം ക്ലാസ്സിലെ എല്ലാ വിഷയവും നമ്മൾ അടിപൊളിയാക്കി, മിന്നിച്ച്, സെറ്റാക്കി, പവറാക്കി, മാസാക്കി, ലെവലാക്കി, ആൻറ്റി മച്ച് മോറാക്കി നിങ്ങളെ കയ്യിൽ തരും. അടുത്ത വർഷം SSLCയിലേക്ക് നിങ്ങളൊരു പുതുപുത്തൻ ഒരു ചുണക്കുട്ടിയായിട്ട് നമ്മൾ മാറ്റിത്തരും. ഗ്യാരണ്ടിയാണ്. ഫാസിലിറക്കാണ് പറയുന്നത്, വെറുതെ ചുമ്മാ പറയുന്നല്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞാൻ ടോപ്പാണ്, ഞാൻ സീരിയസ് ആയിട്ട് പറയണം. ഓക്കെ, ബാക്കി ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അനുഭവിച്ചറിയണം. ജസ്റ്റ് ഫീൽ ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മുത്തുകളോട് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, സൈലം ഒരുപാട് സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയാക്കുക, സെറ്റാക്കുക, പവറാക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വർഷം അടിച്ചു പൊളിക്കണം, മിന്നിക്കണം, ഉഷാറാക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ പഠിക്കേണ്ട ചാപ്റ്ററുകളും കോണ്ടൻസുകളും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സുകൾക്കൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് സർക്കിളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതാണ് ഈ വർഷം പഠിക്കാനുള്ളത് ബയോളജിയിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ഉപകരിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ എല്ലാ മുത്തുകൾക്കും സ്വത്തുകൾക്കും കരളുകൾക്കും കുളിരുകൾക്കും എല്ലാവിധ ഭാവങ്ങളും നന്ദിയും നമസ്കാരവും നേരുന്നു. പിന്നെ ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതാണോ ആ ചാപ്റ്റർ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ, വെറുതെ ഒരു രസത്തിന്, ഒരു എൻ്റർടൈൻമെൻറ്റിന്. ഓക്കെ, അപ്പോൾ സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ സർ. ഗുഡ് ബൈ. ഓക്കെ.